മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, അനുദിനം ദൈവാനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുകയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ ദൈവാനുഗ്രഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തം കൂടി എനിക്കുണ്ട്. നമ്മുടെക്ക് ലഭിച്ചിരിക്കുന്ന ഈ ദൈവാനുഗ്രഹങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ വീണ്ടും വീണ്ടും അനവധിയായ ദൈവാനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ എത്രമാത്രം കൊടുക്കുവാനായിട്ട് തയ്യാറാകുന്നോ അത്രമാത്രം അതിലൊക്കെ ഉപരിയായിട്ട് നമുക്ക് ലഭിക്കും. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ സ്നേഹത്തിന് വേണ്ടി, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നമ്മുടെയൊക്കെ കരുതലിന് വേണ്ടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തികളിലേക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവാനുഗ്രഹം പകർന്നു കൊടുക്കുക എന്നുള്ളത് മനുഷ്യരായ നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവർക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹം പകർന്നു കൊടുക്കുന്നവരായിട്ട് ജീവിക്കാം. ഇസ്ഹാക്കിന് ഭാര്യയാകുവാനായിട്ട് തീരുമാനിച്ച റബേക്ക തൻ്റെ ഭവനം വിടുന്നതിന് മുമ്പായിട്ട് അവളുടെ കുടുംബം അവളെ അനുഗ്രഹിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം അധ്യായം 24 60-ാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവർ അവളെ ആശീർവദിച്ച് പറഞ്ഞു, നീ ഞങ്ങളുടെ സഹോദരിയാണ്, നീ ആയിരങ്ങളുടെയും 10,000-ങ്ങളുടെയും അമ്മയായി തീരുക. തങ്ങളെ വെറുക്കുന്നവരുടെ വാതിലുകൾ നിന്റെ സന്തതികൾ പിടിച്ചെടുക്കട്ടെ. ഇങ്ങനെ ദൈവാനുഗ്രഹം പകർന്നു കൊടുക്കുന്നത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇന്നും ഒരു സമ്പ്രദായമായിട്ട് നമ്മൾ തുടർന്നു കൊണ്ടുപോരുന്നു. വിവാഹിതരാവാൻ പോകുന്ന നവവധൂവരന്മാരെ മാതാപിതാക്കളും സഹോദരി സഹോദരങ്ങളും ബന്ധുമിത്രാദികളും എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചല്ലേ ദേവാലയങ്ങളിലേക്ക് പറഞ്ഞു വിടുന്നത്. മരണശയ്യയിലായിരുന്ന ഇസ്ഹാക്ക് തൻ്റെ പുത്രനായ യാക്കോബിനെ അനുഗ്രഹിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം അധ്യായം 27, 28, 29 വചനങ്ങൾ നാം പ്രകാരം വായിക്കുന്നു: ആകാശത്തിന് മഞ്ഞും ഭൂമിയുടെ ഫലപുഷ്ടിയും ദൈവം നിനക്ക് നൽകട്ടെ. ധാന്യവും വീഞ്ഞും സമൃദ്ധമാവട്ടെ. ജനങ്ങൾ നിനക്ക് സേവ ചെയ്യട്ടെ. രാജ്യങ്ങൾ നിന്റെ മുമ്പിൽ തലകുനിക്കട്ടെ. നിന്റെ സഹോദരർക്ക് നീ നാഥനായിരിക്കുക. നിന്റെ അമ്മയുടെ പുത്രന്മാർ നിന്റെ മുമ്പിൽ തലകുനിക്കട്ടെ. നിന്നെ ശപിക്കുന്നവൻ ശബ്ദനും അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതനുമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം പകർന്നു തരുന്ന ആ നല്ല ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാം. കർത്താവേ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് അങ്ങയുടെ അനുഗ്രഹം പകർന്നു കൊടുക്കാനുള്ള ആ വലിയ കൃപയേകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ സുദിനത്തിൽ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളിലേക്കും അങ്ങയുടെ മഹത്തരമായ അനുഗ്രഹം പകർന്നു കൊടുത്തുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയെ നാഥ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരിലും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.